ഓൻ ജിന്നിന്റെ ആളായി, ഓൻ ജിന്നുവാദിയായി, ഓന് അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനായി എന്നൊക്കെയുള്ള ആരോപണം. അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇല്ല എന്ന ചർച്ച ഇവിടെ തുടങ്ങി എന്നാണ് ബഹുമാന്യനായ ഇവിടുത്തെ നമ്മുടെ പഴയ പ്രസിഡന്റ് അദ്ദേഹം പോലും പ്രസംഗിച്ചത്. ഇല്ല, നമ്മൾ ആരും അങ്ങനത്തെ ചർച്ച തന്നെയില്ല. ടി.പി. അബ്ദുൽ ഖാദർ മദനിയോട് എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയാനുള്ളത്, ഇല്ല സാർ, അങ്ങനത്തെ ചർച്ചയേ ഇല്ല. ഒന്നുകിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്, അല്ലെങ്കിൽ താങ്കൾ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അങ്ങനെയില്ല. ഒരു മുജാഹിദിന്റെ ചർച്ചയില്ല. റബ്ബല്ലാത്തവർ തേടാൻ പറ്റുമോ ഇല്ലേ, ജിന്നിനെ വിളിക്കാൻ പറ്റുമോ ഇല്ലേ, എവിടെയെങ്കിലും പെട്ട ജിന്നിനെ വിളിച്ചു നോക്കിയാലോ ഇല്ലേ, അങ്ങനത്തെ ചർച്ച പോലുമില്ല. ഒരു മുജാഹിദുകാരനും തല പോയാൽ പോലും യാ അല്ലാ എന്നല്ലാത്ത ഒരു വിളി ഒരിക്കലും ഉണ്ടാവില്ല. ഉണ്ടാകുന്നത് പോയിട്ട് ആരോഗ്യം കൂടില്ല. പിന്നല്ലേ തല പോകുന്നു പറഞ്ഞാലും തലാണ്ട് പോയിക്കോട്ടേക്കെന്നല്ലാതെ അവിടെ പിന്നെ യാ അല്ലാ വിട്ട് അതിന് അപ്പുറത്തൊരു വിളി അതുണ്ടാവില്ല. അത് ശിർക്കിന്റെ ആളുകളെ ഉണ്ടാവുള്ളൂ. ഖുറാഫാത്തിന്റെ അഹ്ലുകാർക്ക് ആ മനസ്സ് വരികയുള്ളൂ. തൗഹീദ് പഠിച്ച അല്ലാഹുവിനെ ബോധ്യമുള്ള മുവഹിദായ മുജാഹിദായ ഒരു മനുഷ്യന് എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും ശരി അല്ലാ എന്നല്ലാത്തൊരു വിളി ഒരിക്കലും ഉണ്ടാവില്ല. ഞങ്ങളാരും അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഘട്ടത്തിന് റബ്ബിനോടല്ലാത്തൊരു വിളി നടത്തിയിട്ടില്ല. മുജാഹിദായതിനു ശേഷം അങ്ങനത്തെ ഒരു വശത്തേക്ക് ആലോചന പോലും പോയിട്ടില്ല. ഞങ്ങൾക്ക് നാടും വീടും വിട്ടിറങ്ങിപ്പോന്ന മനുഷ്യന്മാരാ ഈ ആദർശത്തിന്റെ പേരിൽ, തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നവരാണ്, വീടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. പതിറ്റാണ്ടുകൾ മാതാപിതാക്കളെ പോലും കാണാൻ കഴിയാതെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് ഞാനൊക്കെ. എന്തിന്? അള്ളാഹിനോട് തേടുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചത്. എന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ജിന്നോട് തേടുകയാണെങ്കിൽ എന്നെക്കാളും വല്ല പോയത്തേക്കാൾ വേറെ ആരുണ്ടാവുക? ഇല്ല സഹോദരൻ, അങ്ങനത്തെ ഒന്നുമില്ല. അതുകൊണ്ട് ആ വക ദുരാരോപണങ്ങൾ, ആ വക വ്യാജ പ്രചാരണങ്ങൾ അവസാനിപ്പിക്ക്. റമദാൻ മാസമാണ് വരുന്നത്. ഇല്ല കഥകൾ പറഞ്ഞ് ഇങ്ങനത്തെ ദുരാരോപണം ഉന്നയിച്ച് വെറുതെ സമയം കളയേണ്ടതില്ല, ആയുസ് കളയേണ്ടതില്ല, ഊർജവും സമ്പത്തും പാഴാക്കേണ്ടതില്ല. തൗഹീദിന്റെ ആളുകളെ തൗഹീദിന്റെ വഴിയിൽ തന്നെ ഉറച്ചു നിർത്തുക. സ്ഥിരപ്പെട്ട ഹദീസുകളെ, സ്ഥിരപ്പെട്ട പ്രമാണങ്ങളെ എല്ലാം സ്വീകരിക്കാനുള്ള മനസ്സ്, അതാണ് മുജാഹിദിന്റെ മനസ്സ്. അവിടെ അർഹതയില്ലാത്ത പതിരെയും ഐക്യത്തിന്റെ പേരും പറഞ്ഞ് തിരികെ കയറ്റി കൊണ്ടുവന്ന് മിമ്പർ പോലും ഓഹരി വെച്ച് സ്ഥാനമാനങ്ങൾ ഓഹരി വെച്ചപ്പോൾ പല ഹദീസുകളും അന്ധവിശ്വാസമായി മാറി, സ്ഥിരപ്പെട്ട പലതും അസ്വീകാര്യോഗ്യമായി മാറി. ഇമാം ബുഖാരി, മുസ്ലിം അടക്കം ഇമാം അല്ലാത്തവരാണ് എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ ഇതാണ് പരിഹരിക്കേണ്ടത്, അതാണ് ചികിത്സിക്കേണ്ടത്.